ഒരു വ്യാഴവട്ടക്കാലം വീടിനായി കാത്തിരുന്ന അമ്പഴിക്കാട് കുട്ടന് ചെന്നിത്തലയുടെ സന്ദർശനത്തിലൂടെ സ്വപ്നസാഫല്യം. കുട്ടന്റെ ദുരിതകഥ കേട്ട KPCC അധ്യക്ഷൻ വീട് നിർമ്മാണത്തിനായി 2 ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത്. മാള കുന്നത്തുകാട് പട്ടികജാതി കോളനി നിവാസിയായ കുട്ടനും 5-അംഗ കുടുംബത്തിനും KPCC പ്രസിഡന്റിന്റെ സഹായം വലിയ ആശ്വാസമായി. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വീട് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാത്തിരിപ്പിന് ശേഷമാണ് ദൈവദൂതനെ പോലെ രമേശ് ചെന്നിത്തല കുട്ടന്റെ വീട്ടിലെത്തിയത്. കുട്ടനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച ചെന്നിത്തല അപ്പോൾ തന്നെ 2 ലക്ഷം രൂപ സഹായം പ്രഖ്യാപിക്കുകയായിരുന്നു. 4 ഗഡുക്കളായാണ് തുക കൈമാറുക. മരിക്കും മുമ്പ് സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് കുട്ടൻ പറഞ്ഞു. വീട് നോക്കണം, പോണയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു വീട്. കടുത്ത വെയിലും ചൂടും വകവയ്ക്കാതെയാണ് കോളനിയിലെ എല്ലാ വീടുകളിലും KPCC അധ്യക്ഷൻ ക്ഷേമാന്വേഷണവുമായി എത്തിയത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അദ്ദേഹം ജോലി വാഗ്ദാനം ചെയ്തു. MA സോഷ്യോളജി ബിരുദം നേടിയ MK അഹല്യയ്ക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കാമെന്ന ഉറപ്പും നൽകി. സർക്കാർ ജോലി ലഭിക്കുന്നതുവരെ ഉപജീവനത്തിന് തൊഴിൽ കണ്ടെത്താമെന്നാണ് മണത്തറ കുഞ്ഞാട്ടെ അഹല്യയ്ക്ക് നൽകിയ വാഗ്ദാനം. കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളും സാംസ്കാരിക നിലയവും നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ ചെന്നിത്തലയെ അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് കോളനിയിൽ തന്നെ തയ്യാറാക്കിയ ഉച്ചഭക്ഷണം കഴിച്ചാണ് യാത്ര ആരംഭിച്ചത്. ഭക്ഷണശേഷം തൊട്ടടുത്ത വീട്ടിൽ വിശ്രമസ്ഥലം ഒരുങ്ങി. അവിടെയുള്ള കുടുംബത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞ് വിശ്രമിക്കാതെ അടുത്ത വീട് തേടിയിറങ്ങി. അതിനിടെ പ്രാദേശിക വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയം കണ്ടെത്തി. സൌജന്യമായി ലഭിച്ചാൽ കമ്പ്യൂട്ടർ പഠന കേന്ദ്രം ആരംഭിക്കുമെന്ന് പട്ടികജാതി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ബോഡി പ്രസിഡന്റ് പുരുഷോത്തമൻ അറിയിച്ചു. ക്യാൻസർ രോഗികൾക്കായി ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കും. 1000 രൂപ വീതം പ്രീമിയം അടയ്ക്കുന്ന 1 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. 14 ജില്ലകളിലെ 14 പട്ടികജാതി കോളനികളിൽ ചെന്നിത്തലയുടെ സാന്ത്വനയാത്രയെത്തും. തിരുവനന്തപുരം ജില്ലയിൽ അണ്ടൂർക്കോണം പഞ്ചായത്തിലെ അപ്പോളോ കോളനി, കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ പഞ്ചായത്തിലെ കുറുമ്പുകാര കോളനി, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് നിലമ്പേരൂർ പഞ്ചായത്തിലെ കണിയാമ്പ്ര കോളനി, പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് പഞ്ചായത്തിലെ പാണ്ടി മലപ്പുറം കോളനി, കോട്ടയം ജില്ലയിൽ വെള്ളൂർ പഞ്ചായത്തിലെ ചന്ദ്രമല കോളനി, ഇടുക്കി ജില്ലയിൽ അടിമാലി പഞ്ചായത്തിലെ ചില്ലിത്തോട് കോളനി, എറണാകുളം ജില്ലയിൽ കുന്നത്തുകാട് പഞ്ചായത്തിലെ ചാക്കിയത്തുമല കോളനി, പാലക്കാട് ജില്ലയിൽ പിലയൂർ പഞ്ചായത്തിലെ പൂക്കാടൻകുന്ന് കോളനി, കോഴിക്കോട് ജില്ലയിൽ അത്തോളി പഞ്ചായത്തിൽ തയ്യൽ മീറ്റർ കോളനി, മലപ്പുറം ജില്ലയിൽ AR നഗർ ഗ്രാമപഞ്ചായത്തിലെ AR കോളനി, വയനാട് ജില്ലയിൽ പുതുപ്പാടി പഞ്ചായത്തിലെ ചീയമ്പമ്പം കോളനി, കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ കോളനി, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക കോളനി എന്നിവയാണ് കോളനികൾ. ഈ കോളനികളിൽ കഴിയുന്ന കുടുംബങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുകയെന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ഗാന്ധിഗ്രാമിന്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യസമരം ആരംഭിച്ചപ്പോൾ തന്നെ അധസ്ഥിത ജനവിഭാഗങ്ങളെ ശോചനീയാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതോടെ ഇന്ത്യൻ ഭരണഘടനയിലും പട്ടികജാതി വിഭാഗത്തിന് പ്രത്യേക പരിരക്ഷ ഉറപ്പാക്കുകയുണ്ടായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 1951 പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയപ്പോഴും ഈ വിഭാഗക്കാരുടെ ക്ഷേമത്തിന് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. തുടർന്ന് 1952 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗ്രാമോദ്ധാരണം ലക്ഷ്യമാക്കിയുള്ള സാമൂഹിക വികസന പരിപാടികൾക്കും തുടക്കം കുറിച്ചു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് സാക്ഷാത്കരിക്കുന്നതിനായി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പഞ്ചായത്തി രാജ് സംവിധാനത്തിലൂടെ ഭരണാധികാരത്തിലും പട്ടികജാതിക്കാർക്ക് പങ്കാളിത്തം നിർബന്ധമാക്കി. പട്ടികജാതിക്കാർക്കു വേണ്ടി മാത്രമുള്ള പ്രത്യേക വികസന ക്ഷേമ പരിപാടികൾ നടപ്പാക്കുന്നതിനു വേണ്ടിയാണ് പട്ടികജാതി കോളനികൾ സ്ഥാപിച്ചത്. പട്ടികജാതിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ആനയിക്കുന്നതിനുള്ള ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് ഗാന്ധിഗ്രാമം പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗാന്ധിജി സ്വപ്നം കണ്ട എല്ലാ തരത്തിലും സ്വയം പര്യാപ്തമായ, വലിയവനും ചെറിയവനുമില്ലാത്ത ഒരു ഗ്രാമത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള KPCCയുടെ ഒരു ചുവടുവെപ്പാണിത്. സംസ്ഥാനം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുന്നേറുമ്പോൾ ദുർബലരും പാർശ്വവൽകൃതരുമായ ജനവിഭാഗങ്ങൾ അവഗണിക്കപ്പെടാതെ അവരെ നെഞ്ചോട് ചേർക്കാനുള്ള കോൺഗ്രസിന്റെ വ്യഗ്രതയും ഈ പരിപാടിയുടെ പിന്നിലുണ്ട്. അങ്ങനെ 14 ജില്ലകളിൽ 14 ഗാന്ധിഗ്രാമങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഗാന്ധിഗ്രാമം KPCC അധ്യക്ഷന്റെ സാന്ത്വനയാത്രയായി മാറി.
വിശ്രമമില്ലാത്ത ഒരു പകലസ്തമിക്കുമ്പോൾ കുന്നത്തുകാട് പട്ടികജാതി കോളനി പ്രത്യാശയുടെ സൂര്യോദയത്തിന് സാക്ഷ്യം വഹിച്ചു. കോളനി സന്ദർശനം പൂർത്തിയായ ശേഷം വൈകിട്ടോടെ പൊതുചർച്ച സംഘടിപ്പിച്ചിരുന്നു. കോളനിക്കാർ മുഴുവൻ വേദിയിൽ ഒത്തുകൂടി. കെപിസിസി അധ്യക്ഷനുമായുള്ള സംവാദത്തിനും വേദിയിൽ അവസരമൊരുക്കി. പൊതുവായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സംഘടനാ നേതാക്കൾ ചെന്നിത്തലയുടെ മുന്നിലെത്തിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് 60 വയസ്സു കഴിഞ്ഞ എല്ലാവരെയും ആദരിക്കാനും സമയം കണ്ടെത്തിയിരുന്നു. മാളയുടെ മാണിക്യമായിരുന്ന ലീഡർ കെ കരുണാകരൻ നിർമ്മിച്ച കുന്നത്തുകാട് പട്ടികജാതി കോളനിയിൽ ഒരിക്കൽ കൂടി പ്രതീക്ഷയുടെ വസന്തം വിരിഞ്ഞു. ഗാന്ധിഗ്രാമം പദ്ധതി അങ്ങനെ ബാപ്പുജിക്കുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രണാമമായി. ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് കെ വിദ്യാധരൻ, ടി.യു. രാധാകൃഷ്ണൻ, പട്ടികജാതി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ്. ശിവരാമൻ, ബ്ലോക്ക് പ്രസിഡന്റ് സോയി കോലഞ്ചേരി തുടങ്ങിയവരും യാത്രയ്ക്ക് മുഴുവൻ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു.